ഇന്ന് ഞങ്ങൾ ഒരു ടൂറ് പോവാണ്. എടി അവിടെ കേറി ചിമ്മിണി ഡാം. അപ്പൊ ഞങ്ങൾ നല്ല മഴയാണ് ഇപ്പൊ. അപ്പൊ ഈ മഴയെ തന്നെ നമുക്ക് ചിമ്മിണി ഡാം പോകണം നല്ല വാശിണ്ട്. പോണ്ടേ? പോണം. അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഓക്കേ. പുതുക്കാട് ആലത്തൂർ നാട്ടോ ഞങ്ങൾ ടേൺ ചെയ്തു പോകുന്നത്. വളവും തിരിവൊന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രെയിറ്റ് റോഡായിരുന്നു. അത് കാര്യം കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റോഡൊക്കെ നല്ല പക്കയായിരുന്നു, ഒരു കുണ്ടും കുഴി അങ്ങനത്തെ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നല്ല റോഡും കാര്യങ്ങളായിരുന്നു, തിരക്കുകളും ഉണ്ടായിരുന്നില്ല. വണ്ടികളുടെ ഒക്കെ തിരക്കും വളരെ കുറവായിരുന്നു. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ പോണ കാഴ്ചകളാണെങ്കിൽ ഇതാ റബ്ബർ തോട്ടങ്ങളാണ്. എത്തുന്ന വരെയുള്ളൊരു കാഴ്ച ഈ റബ്ബർ തോട്ടങ്ങളും പിന്നെ ഏലത്തിൻ്റെ ഒരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും റിസൈനിങ്ങിലാണ്. ഈ മാസം ഞങ്ങൾക്ക് സാലറി ഒന്നുമില്ല. അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. അവിടെ നിന്ന് നേരെ പോരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു അരുവിയായിട്ട് ഞങ്ങൾ കണ്ടത്. പിന്നെ ഉച്ചനേരം ആയത് കാരണം ഫുഡ് കഴിക്കാനായിരുന്നു. അതിൻ്റെ തീരെ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ച് കാരണം ചെറിയൊരു പ്രശ്നം കിട്ടി. അത് കാരണം ഞങ്ങൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ നിന്നില്ല. ഓരോരുത്തരും ഓരോ പൊതിച്ചോറും കയ്യിൽ പിടിച്ചിട്ടോ. ഇങ്ങനെ എല്ലാവരും കൂട്ടം കൂടി ഫുഡ് കഴിച്ച് നല്ല എൻജോയ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. എല്ലാവരും കറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചു. കൈ കഴുകാനായിട്ട് ഈ അരുവിയുടെ ഒരു തീരത്തൊക്കെ തന്നെ പോയത് കേട്ടോ. കൈയൊക്കെ കഴുകി ഞങ്ങൾ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അരുവി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല ക്ലിയർ വെള്ളമായിരുന്നു കേട്ടോ വന്നിരുന്നത്. ഞങ്ങൾ 5 പേരും തൃശ്ശൂർക്കാരാണെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ 5 പേരും ബീച്ച് ഡാമിലേക്ക് പോണത്. ആ ഒരു ഹാപ്പിനെസ് ഞങ്ങളെല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റീൽസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഞങ്ങൾ കളിച്ചതും ഒരു റീൽസ് ഞങ്ങൾ എടുക്കുകയും ചെയ്തു കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ആ ഒരു സന്തോഷമായിട്ടാണ് കാണുന്നത്. മഴക്കാർ മൂടി കിടക്കണ കാരണം ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് 3 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ചിമ്മിണി ഡാം എത്തിയത്. രാവിലെ അമ്മ അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിതാരം നമ്മൾ വർത്താനം പറഞ്ഞത് കാര്യമില്ല. നമുക്ക് പയ്യെ വരും. ഇപ്പം എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സദന? ഇവിടെ മറ്റൊരു കൊട്ടവഞ്ചി കൊട്ടവഞ്ചിയൊന്നല്ല ഗായ്സ്, നമ്മളെ തനീഷക്ക് മൊത്തം പൊട്ടത്തരങ്ങളെ അവള് പറയുള്ളൂ. അതിനൊക്കെ പറയാനുണ്ടോ? കൊട്ടവഞ്ചിയിലൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങൾ ഇപ്പത് ഇവിടെ ഇവിടെ വിഷമണ വന്ന് നിക്കണത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നമുക്കത് കാണാം. അവിടെ കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. കുറച്ച് ചേട്ടന്മാരോട് ഊഞ്ഞാലാട്ടി ഡാമിൽ തട്ടും. എൻ്റെ വീട്ടിലെത്തിക്കണ്ടേ എന്നത്തെ. അപ്പൊ ദേ ഗായ്സ്, നല്ല വ്യൂ ഇട്ടുണ്ട്. ഇപ്പൊ നല്ല മഴയുടെ ക്ലൈമറ്റ് ഒക്കെ കാരണം നല്ല വ്യൂ ആണ് ഇപ്പൊ ഇവിടെ വരണത്. ഇവിടെ ഇപ്പൊ മഴ പെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നല്ല പണി കിട്ടും. കാരണം നമുക്ക് കയറി നിൽക്കാനായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. ഡാമിന്റെ മുകളിൽ വന്നിക്കണം. ഹൈറ്റുള്ള ഏരിയയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കേട്ടോ. അതെ, ഇവിടെ മഴ പെയ്താൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കൊള്ള തന്നെ വേണ്ടി. ഈ ഒരു ഊഞ്ഞാലൊക്കെയാട്ടോ അവിടെ നമുക്ക് മത്സരം. ആൾക്കാർ ഓരോരുത്തർ വന്ന് എടുക്കണ്ടായിരുന്നു. 2-3 സ്ഥലത്ത് വേറെ ഊഞ്ഞാലകളും ഉണ്ട്. പക്ഷേ ഈ ഒരു ഊഞ്ഞാല എന്ന് പറയുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊക്കെ മസ്റ്റ് ബെറ്ററാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ആഗ്രഹം തീർക്കണ പോലെ ഓരോരുത്തരും മാറി മാറി നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ അങ്ങനെ ഈ ഒരു തീരത്തിലേക്ക് പോവാട്ടോ. ഒരു അത്ഭുതം കണ്ട ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. ഈ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ കൂടുതൽ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തത്.
അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മ പോവാണ്. നല്ല എത്ര സമയം എത്രയും സമയം ഇപ്പൊ ഒരു 6 മണിയൊക്കെ ആവണ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.